ദൈവത്തിന് മഹത്വം. ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ യാഗങ്ങൾ വരണ്ടു പോവുകയും ഒരു ദൈവീയ ചലനങ്ങളോ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തികളോ ഇല്ലാതെ പോകുന്ന എത്രയോ ആരാധനകളും പ്രാർത്ഥനകളുമുണ്ട്. ഒരു കാലത്ത് ദൈവശക്തി അനുഭവിച്ചവരും ദൈവകൃപ പ്രാപിച്ചവരും ആ കൃപയും ആ സാന്നിധ്യവും നഷ്ടപ്പെട്ടു പോയി കേവലം പേരിൽ മാത്രം നമ്മുടെ ആരാധനയും ആത്മീയ ജീവിതവും ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ദൈവം എല്ലാ കാലത്തും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം അയച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ തീ പഴയ നിയമത്തിൽ അയക്കുന്നതും പുതിയ നിയമത്തിലും ദൈവം തന്റെ തീയെ ദൈവസഭയിലേക്ക് അയക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ദൈവം എപ്പോഴെങ്കിലും ദൈവത്തിന്റെ തീ അയക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദ്ദേശം കൂടാതെ ദൈവം അത് അയക്കുകയില്ല. ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അത് മനുഷ്യനെ തൊടുമ്പോൾ, അത് ജീവിതങ്ങളെ തൊടുമ്പോൾ വലിയ രൂപാന്തരങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്ക് വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകം, അതിന്റെ 18-ാം അധ്യായം, അതിന്റെ 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവിധം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിലുള്ള യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സേയ വിത്ത് വിതയ്ക്കുവാൻ മതിയായ വിസ്താരത്തിൽ തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് അടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിൻ മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കുവിൽ എന്ന് കൽപ്പിച്ചു. ഇവിടെ ഏലിയാവ് കഴിച്ച ഒരു യാഗത്തെ കുറിച്ച് നമുക്കറിയാം. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ യാഗം ഇവിടെ നടക്കുന്നു. യഥാർത്ഥ യാഗം സ്വർഗത്തെ തൊട്ടപ്പോൾ അവിടെ തീ ഇറങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയും. മോശ ഒരിക്കൽ ഹോരവിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ തീ തനിക്ക് കാണാനിടയായി. താൻ നോക്കിയപ്പോൾ ആ തീക്ക് ചില പ്രത്യേകതകളുണ്ട്. ദൈവം അയക്കുന്ന തീകൾക്ക് പലപ്പോഴും പല പ്രത്യേകതകളുള്ളതായി നമുക്കറിയാം. ഒന്ന്, അതൊരു വിശുദ്ധ തീയായിരുന്നു. ഈ വിശുദ്ധ തീ താൻ കണ്ടപ്പോൾ ആ തീ തന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. ഇവിടെ സാധാരണ ഒരു തീ ആയിരുന്നില്ല, മറിച്ച് ഇത് ഒരു വിശുദ്ധ തീ ആയിരുന്നു. അതുകൊണ്ട് തന്നോട് പറയുന്നു, ചെരുപ്പ് ഊരിക്കളക. രണ്ടാമതായി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ തീയുടെ പ്രത്യേകത ഇത് സംസാരിക്കുന്ന തീയായിരുന്നു. ഇത് കേവലം നമ്മുടെ മുമ്പിൽ കത്തുന്ന, നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന തീയല്ല, മറിച്ച് ഈ തീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തീ സംസാരിക്കുന്ന തീ. മൂന്നാമതായി ഈ തീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ കൺസ്യൂമിങ് ഫയർ. ഇത് കത്തുന്നുണ്ടെങ്കിലും മുൾപ്പടപ്പ് വെന്തു പോകുന്നില്ല. ഇതൊരു പ്രത്യേകതയുള്ള ദൈവത്തിന്റെ തീയായിരുന്നു. 4, ഇറ്റ് വാസ് റിവീലിംഗ് ഗോഡ് ഹിംസെൽഫ്. ഇത് ദൈവത്തെ തന്നെ, അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു തീയായിരുന്നു. 5-ാമതായി ഈ തീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കവനന്റ് കീപ്പിംഗ് തീയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉടമ്പടിയെ എപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ്. ദൈവം തന്റെ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവം. അതായത് ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഇടപെട്ടു. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം അവരോട് ഉടമ്പടി ചെയ്തതുപോലെ താൻ മോശയും വിളിച്ച് ഉടമ്പടിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോഴങ്ങനെയുള്ള ഒരു പ്രത്യേക ദൈവത്തിന്റെ ശക്തിയുള്ള, ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്ന, സംസാരിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു തീയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു രാജ്യത്ത് വലിയ ക്ഷാമം ഉണ്ടാകുന്ന നമുക്കറിയാം. മഴ പെയ്യുന്നില്ല 3.5 ആണ്ട്. ആഹാബിന്റെ കാലത്ത് ദൈവത്തിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു. ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാരെയും ആ സ്റ്റേറ്റിന്റെ ചിലവിൽ തന്നെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചിലവിൽ തന്നെ അവരോടൊപ്പം പാർപ്പിച്ച് അവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങളും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് ദൈവത്തിന്റെ യാഗപീഠങ്ങളെ ഇടിഞ്ഞ് ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചുള്ള ആരാധന ഇല്ലാതെ നിന്ന് പോയിരിക്കുന്ന ധാർമ്മികമായി മനുഷ്യൻ അധപ്പതിച്ച് ആത്മീയമായി മനുഷ്യൻ വരണ്ടുപോയി നിൽക്കാനും. അങ്ങനെ ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശത്തെ അടച്ചു. 3.5 വർഷക്കാലത്തേക്ക് മഞ്ഞോ മഴയോ ഒന്നും ഉണ്ടായില്ല. അവിടെ വലിയ വരൾച്ചയാണ്. അവസാനം ദൈവം തന്നോട് പറഞ്ഞു, നിന്നെ തന്നെ അവിടെ മുമ്പാകെ കാണിക്കാൻ പറഞ്ഞതനുസരിച്ച് ആഹാബിനെ വന്ന് കാണുകയും അവിടെ കർമ്മയിൽ അവിടെ കൂടി വരുന്നതും നമുക്ക് കാണാം. ഇപ്പൊ തീ കൊണ്ട് ഉത്തരമരുതുന്ന ദൈവം ആരെന്ന് ഉള്ള ചോദ്യമാണ് ഇവിടെ. അതിന് മുമ്പാകെ 2 പേരും ഇവിടെ യാഗം കഴിക്കാൻ വരുന്നു. ഇവിടെ ബാലിന്റെ പ്രവാചകന്മാർ, അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാർ, അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അവിടെ ഒന്നും ഒരു 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 തീ മറങ്ങുന്നില്ല, അവിടെ ഒന്നും ഒരു പ്രവൃത്തി നടക്കാതെ ഒരു നിരാശപ്പെടുന്നത് നമുക്കറിയാം. എന്നാൽ ഏലിയാവോട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, യാഗപീഠങ്ങളെ പണിയുന്നു. ഇപ്പോൾ തകർന്നു പോയിരുന്ന യാഗപീഠങ്ങൾ, ചിതറിക്കിടന്നിരിക്കുന്ന യാഗപീഠങ്ങൾ, ഇസ്രായേൽ ഗോത്രത്തിന്റെ അവരുടെ പേരനുസരിച്ച്, അവരുടെ ഗോത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് 12 കല്ലുകൾ എടുത്ത് യാഗപീഠങ്ങളെ ആദ്യം പണിയുകയാണ്. നമ്മൾ പലപ്പോഴും തീയ്ക്കായി ആഗ്രഹിക്കുന്നു, തീയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിനായി നാം വാഞ്ചിക്കുന്നു, അതിനായി കാത്തിരിക്കുന്നു. എന്നാൽ പലപ്പോഴും തീ ഇറങ്ങാത്തതിന്റെ കാരണം, തീ ഇറങ്ങണമെങ്കിൽ, ദൈവത്തിന്റെ വിശുദ്ധ തീ നമ്മിലേക്ക് ഇറങ്ങണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മിലേക്ക് ഇറങ്ങണമെങ്കിൽ, ആദ്യമായി ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ നമ്മൾ പണിയണമെന്നതാണ്. അതായത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആരാധന മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വചനധ്യാനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ യഥാസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ, അതിലേക്ക് മടങ്ങി വന്ന് ഒരു പണിയപ്പെടുന്ന ഒരു യാഗപീഠമായി നാം തീരുമ്പോഴാണ് ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ വേണ്ടി പ്രിപ്പയർഡ് ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ചപ്പോൾ ദൈവം പറഞ്ഞ പോലെ അഹരോൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ്സ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു. ഇവിടെ നിങ്ങൾ നോക്കണം, അവര് യാഗം കഴിച്ചതിന് ശേഷം അവര് എന്തെങ്കിലും തീ കൊണ്ടോ അവരെ പിടിപ്പിക്കുകയല്ല ചെയ്തത്. ദൈവം പറഞ്ഞ പോലെ വ്യവസ്ഥ പ്രകാരം അവര് ദൈവത്തിന്റെ സന്നിധാനത്തിൽ യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന് ഹോമയാഗത്തെ ദഹിപ്പിച്ചു, മേധസ്സിനെ ദഹിപ്പിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഇപ്പോ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഈ വാക്യത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മൾ വായിച്ച ടെക്സ്റ്റിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. വായിക്കാം 30-ാം വാക്യം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. അപ്പോൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. നോക്കണേ, തീ ഇറങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ആൽട്ടർ, അതായത് യാഗപീഠം നന്നാക്കി എടുക്കണമെന്ന്. നമ്മൾ ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, ആത്മീയ ശുശ്രൂഷകൾക്കായി, ഒരു ഉണർവിനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനായി നാം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ യാഗപീഠം ക്രമീകരിക്കുക എന്നുള്ളത്. എന്നാൽ പലരും ഇന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അവരവരുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ തീ ഇറങ്ങുന്നില്ല. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത്, ഇവിടെ തീ ഇറങ്ങുന്നതിന്റെ ഒന്നാമതായി കാണുന്നത് ഏലിയാവ് യാഗപീഠത്തെ പണിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ തീയോ ഉണർവോ ദൈവപ്രവൃത്തിയോ നാം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യാഗപീഠം പണിത് ദൈവത്തോട് നാം നിരന്ന് ദൈവത്തോട് അടുക്കൽ വരണം. ഏലിയാവിടെ യാഗപീഠം പണിതപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയത്, ആ യാഗത്തെ ദഹിപ്പിച്ചു കളഞ്ഞതും ദൈവപ്രസാദം ഉണ്ടായതും. നമ്മൾ പാട്ട് പാടുന്നുണ്ടാകാം, ആരാധിക്കുന്നുണ്ടാകാം, നമ്മുടെ മ്യൂസിക് കൊണ്ടോ നമ്മൾ പുറമേ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ കൊണ്ടോ ഉണർവ് വരണമെന്ന് നമ്മൾ വിചാരിച്ചാൽ, വളരെ പെയ്ഡായ സിംഗേഴ്സിനെ വെച്ചാലും, വളരെ ശക്തിയുള്ള പ്രാസംഗികരെ നമ്മൾ വെച്ചാലും, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എത്ര സ്ട്രോങ് ആക്കിയാലും, ചർച്ച എത്ര വിശാലമാക്കിയാലും, അതിന്റെ സൗകര്യങ്ങളും അതിന്റെ രീതികളും എത്ര വലിപ്പം ആക്കിയാലും തീ ഇറങ്ങിയില്ല. തീ ഇറങ്ങണമെങ്കിൽ യാഗപീഠം പണിതേ പറ്റും. മ്യൂസിക്കിലല്ല തീ ഇറങ്ങുന്നത്, ഉപകരണങ്ങളല്ല തീ ഇറങ്ങുന്നത്, മൈക്കിലല്ല തീ ഇറങ്ങുന്നത്, ഒരു വ്യക്തിയുടെ പ്രസംഗത്തിലല്ല തീ ഇറങ്ങുന്നത്. തീ ഇറങ്ങണമെങ്കിൽ, ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നാം ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മുടെ യാഗപീഠം പണിയണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വരൾച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വരണ്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതെങ്കിൽ, നമ്മുടെ യാഗപീഠങ്ങളൊക്കെ തണുത്തിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, അവിടെയല്ല തീ ഇറങ്ങുന്നത്. തീ ഇറങ്ങുന്നത് യാഗപീഠം ക്രമീകരിച്ച് ദൈവത്തിന്റെ സന്നിധാനത്തിൽ യാഗവസ്തുവിനെ വെക്കണം. യാഗവസ്തുവിനെ കണ്ണമായി നുറുക്കി നമ്മൾ വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടമില്ലാത്ത, ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന, ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന എല്ലാ സ്വയവും, അതേപോലെ എല്ലാ നികളവും, എല്ലാവിധമായിട്ടുള്ള ഞാനെന്ന ഭാവങ്ങളും നമ്മിൽ നിന്ന് മാറാതെ, അത് തകരാതെ
അതിനെ യാഗപീഠത്തിന് മുമ്പാകെ പൂർണ്ണമായി വെച്ച് തീയാതെ ദഹിക്കത്തക്ക നിലയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കാതെ തീ നമ്മിലേക്ക് ഇറങ്ങുന്നില്ല. സ്കോട്ട്ലൻഡിൽ ഹാവറിസ്ഡിസ് എന്ന് പറയുന്ന ഐലൻഡിൽ ഉണർവ് വ്യാപരിച്ചു. സ്കോട്ട്ലൻഡിൽ ആ ഉണർവ് വ്യാപരിച്ചത് അവിടെ വലിയ അറിയപ്പെടുന്ന പ്രാസംഗികർ വന്ന് പ്രസംഗിച്ചത് കൊണ്ടല്ല, വളരെ നല്ല വർഷിപ്പ് ലീഡേഴ്സ് വന്ന് പാടിയത് കൊണ്ടല്ല, ആയിരങ്ങൾ ഒന്നിച്ചുകൂടി ഉണർവിനായി പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല. 2 സ്ത്രീകൾ, ഒരാൾ 82 വയസ്സും ഒരാൾ 84 വയസ്സുമുള്ള 2 പേര് രാത്രികാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് പൂർണ്ണമായി അന്ധയായ ഒരു സ്ത്രീ, കാണാൻ കഴിയുന്നില്ല. ഒരാൾക്ക് അവർ ആർത്രൈറ്റിസ് ബാധിച്ച് ശരിയായിട്ടുള്ള നടക്കാൻ കഴിയാത്തൊരു സ്ത്രീ. ഇങ്ങനെ 80കളുടെ മേളിലേക്ക് വന്ന 90സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ 2 സ്ത്രീകൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്കോട്ട്ലൻഡിൽ ഉണർവ് വ്യാപരിച്ചു. അവിടെ മനുഷ്യർ അവർക്ക് പാപബോധം ഉണ്ടാകാൻ തുടങ്ങി, അവർ പച്ചത്തെളിക്കാൻ തുടങ്ങി, അവർ കരയാൻ തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി. എന്താണ് അതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നറിയാമോ? 2 പേര് ഐക്യമത്യപ്പെട്ട് അവരുടെ യാഗപീഠങ്ങളെ പണിഞ്ഞ് ഒരു ഉണർവിനായി അവർ കാത്തിരുന്നപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് തീ അയച്ചു. ഒരു ഉണർവിനായി ആയിരങ്ങൾ വന്നു കൂടണമെന്നില്ല. ഉണർവിനെ സപ്പോർട്ട് ചെയ്യാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ദാസന്മാർ നമ്മുടെ ഇടയിൽ വരണ്ട. നാം നമ്മളെ തന്നെ ഒരുക്കി ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മുടെ യാഗപീഠങ്ങളെ പണിഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തി ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് തകരാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് നുറുങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും. തിരുവചനം ഇങ്ങനെ പറയുന്നു, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. അപ്പോൾ ഉണർവ് സംഭവിക്കേണ്ടത് നമ്മുടെ സ്വയം താഴുമ്പോഴാണ്, നമ്മുടെ നീളം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോഴാണ്, നാം എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുന്ന ആ വിചാരം നമ്മിൽ നിന്ന് നീങ്ങുമ്പോഴാണ്. ആ ഉണർവിന്റെ നമ്മുടെ യാഗപീഠത്തിന്മേൽ നമ്മുടെ എല്ലാ ഭാവങ്ങളും നാം ദൈവസന്നിധാനത്തിൽ വെച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ദൈവത്തിന്റെ തീ ഇറങ്ങുമെന്നത്. രണ്ടാമതായി, തീ വീഴണമെങ്കിൽ യാഗപീഠം ശുദ്ധമായിരിക്കണം. വായിക്കാം 33-ാം വാക്യം. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിൻ മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കണം, ഏലിയാവ് എന്താണ് ചെയ്തത്? 12 ഗോത്രങ്ങളുടെ പേരിൽ ഓരോ കല്ലുകൾ എടുത്ത് യാഗപീഠം ക്രമീകരിച്ച് അതിനെ അവിടെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ മൃഗത്തെ ഖണ്ഡമായി എന്ത് ചെയ്തു? യാഗപീഠത്തിൽ വെക്കുന്നു. ദൈവം പറഞ്ഞ ക്രമപ്രകാരം യാഗം കഴിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ തീ ഇറങ്ങൂ. അപ്പോ കാളയെ ഖണ്ഡമായി മുറിച്ച് അത് യാഗപീഠത്തിന്റെ മേൽ വെച്ച് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിന്ന് കഴിക്കുന്നവരുടെ ആരാധന ആയിരുന്നില്ലല്ലോ അന്ന്. പഴയ നിയമകാലത്ത് മൃഗങ്ങളെ ബലിയായി അർപ്പിക്കും. അപ്പോൾ നമുക്ക് പകരമായി നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾക്കും സ്വാർത്ഥതയ്ക്കും നിഗളത്തിനുമൊക്കെ പകരമായി ഇത് തകരപ്പെടുകയാണ്. ഒരു മൃഗം അവിടെ തകരപ്പെടുകയാണ്. അത് വിശുദ്ധമായിരിക്കണം. അങ്ങനെ ഒരു മൃഗത്തെ നമുക്ക് പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അവിടെ അത് ഒരു യാഗമായി തീരുകയാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം, ഇതൊരു ജീവൻ മാത്രമല്ല കൊടുക്കുന്നത്, അവരുടെ ഏറ്റവും വില ഉള്ള ഒരു മൃഗത്തെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദാറ്റ് കോസ്റ്റ് സംതിങ്. ഒരു വിലയില്ലാത്ത ആരാധനയിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ആർക്കും വേണ്ടാത്തതല്ല ദൈവത്തിന് വേണ്ടത്. നമുക്കുള്ളതിനെ ബെസ്റ്റിനെ ദൈവസന്നിധാനത്തിൽ കൊടുക്കുമ്പോഴാണ് ദൈവം അതിൽ പ്രസാദിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ മെറ്റീരിയൽ ആവശ്യമുണ്ടായിട്ടല്ല, അതിൽ നമ്മുടെ യാഗം നാം കൊടുക്കുന്ന ആ കൊടുപ്പിൽ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ആ യഥാർത്ഥ താല്പര്യവും നമ്മുടെ ആ തീവ്രമായ സമർപ്പണവും ഒക്കെ അതിൽ കാണും. നമ്മൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്തെങ്കിലും അതിൽ കോസ്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മൃഗത്തെ, അതിന്റെ ജീവൻ മാത്രമല്ല അതിന്റെ വാല്യൂവിനെ ആ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കുവാൻ വേണ്ടി കൊടുക്കുന്നു. നമ്മുടെ ആരാധന കോസ്റ്റ്ലി ആയിരിക്കണം. ഇറ്റ് കോസ്റ്റ് സംതിങ്. നമുക്കൊന്നും കൊടുക്കാൻ കഴിയാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ സമർപ്പണമാണെങ്കിലും നമ്മുടെ വസ്തുവകളാണെങ്കിലും നമ്മുടെ നന്മകളാണെങ്കിലും ഏതാണെങ്കിലും ദൈവസന്നിധാനത്തിൽ നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിലൂടെ ഒരു ദൈവപ്രസാദം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, ഞാൻ എപ്പോഴൊക്കെ ദൈവത്തിന് വേണ്ടി ഏറ്റവും ഏൽപ്പിച്ചു കൊടുക്കുമോ, എന്നെ തന്നെ സമർപ്പിക്കുമോ, യാഗമായി ഞാൻ അർപ്പിക്കുമോ, അപ്പോൾ ദൈവം എന്നിൽ നിന്ന് അതിലും അധികമായി ആവശ്യപ്പെടും. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ധനം മാത്രമല്ല, അതിലെല്ലാം അപ്പുറമായി നമ്മുടെ സമയവും നമ്മുടെ സമർപ്പണവും നമ്മുടെ സേവനങ്ങളും ഒക്കെ
ദൈവത്തിനു വേണ്ടി ആഴത്തിൽ നാം സമർപ്പിക്കുമ്പോഴാണ് ആരാധനയിലുള്ള ആ വലിയ ആഴത്തിലുള്ള ആ സമർപ്പണം നമ്മിലൂടെ വെളിപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആരാധനയിലെ തീയിറങ്ങുന്നത്, ദൈവപ്രസാദം ഉണ്ടാകുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട്. ജീവനുള്ള ആരാധനയായി, വിശുദ്ധിയുള്ള ആരാധനയായി, ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് നിഴലാണ്. ഒരു ആരാധന, വരാൻ പോകുന്ന ആരാധനയുടെ ഒരു നിഴലാണ്. എന്നാൽ നമ്മളെ തന്നെ ഒരു യാഗവസ്തു പോലെ, ഒരു യാഗമൃഗം പോലെ നമ്മുടെ നിഗളത്തെയും സ്വാർത്ഥതയും ഒക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് തകർന്ന മനസ്സോട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയതുപോലെ നമ്മുടെ ആരാധന തീ ഇറങ്ങുന്നത്. ആദിമസഭയിൽ നമുക്കറിയാം, അപ്പർ റൂമിൽ ഇരുന്നവർ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവർ കാത്തുകൊണ്ടിരുന്നു. തീ അവരുടെ മേൽ ഇറങ്ങി വന്നു. അഗ്നിയാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളിൽ അവർക്ക് പ്രത്യക്ഷമായി. എന്താണ് സംഭവിച്ചത്? അവർ തീയ്ക്കായി ആഗ്രഹിച്ചു, അവരെ തന്നെ സമർപ്പിച്ചു, അവർ കാത്തിരുന്നു. അവരുടെ ഉള്ളത്തിൽ ദാഹം ഉണ്ടായിരുന്നു, അവർക്കൊരു സമർപ്പണം ഉണ്ടായിരുന്നു. അവർ ദൈവസന്നിധിയിൽ ഇരുന്നു, അവിടെ തീ വ്യാപരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വ്യവസ്ഥ പ്രകാരം നാം ഇരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അഗ്നി നമ്മിൽ കത്തത്തുള്ളൂ എന്ന് നാം തിരിച്ചറിയുന്നു. 3, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന തീ വീഴാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. 36 മുതൽ 37, 38 വാക്യങ്ങൾ വായിക്കും. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേൽ അങ്ങ് ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ അങ്ങയുടെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരം അറിയണമേ, അങ്ങ് ദൈവം തന്നെ. യഹോവേ, അങ്ങ് തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അറിയണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അതുകൊണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ ദൈവം എന്ന് പറഞ്ഞു. മതി, നമുക്ക് അറിയാവുന്ന ഭേദഭാവമാണല്ലോ ഇത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഏലിയാവ് ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ആദ്യം യാഗപീഠത്തെ ഒരുക്കി, 2 ഖണ്ഡം ഖണ്ഡമായി യാഗവസ്തുവിനെ വെച്ച്, 3-മതായി താൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പ് വേണ്ട ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഒരുക്കങ്ങൾ, അതിന്റെ പൂർത്തീകരണവും ദൈവത്തിന്റെ വിശുദ്ധിയിലൂടെ നാം വരാനും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാകും. ഏലിയാവ് ആദ്യമേ പ്രാർത്ഥന തുടങ്ങിയല്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠയുടെ പ്രവാചകന്മാരും രാവിലെ മുഴുവൻ അവർ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടൊന്നും തീ ഇറങ്ങിയില്ല എന്നുള്ളത്. ഇപ്പൊ ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥനയിൽ തീ ഇറങ്ങി. ഏലിയാവിടെ നെഞ്ചത്തടിച്ചില്ല, നിലവിളിച്ചില്ല, മറ്റുള്ളവരെ പോലെ ശരീരം മുറിച്ചില്ല, ഒരു തരത്തിലുള്ള പ്രത്യേക രീതികളൊന്നും താൻ കാണിച്ചില്ല. ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് താൻ തന്റെ യാഗപീഠങ്ങളെ ക്രമീകരിച്ച് വിശുദ്ധമായിട്ട് ഒരു യാഗവസ്തുവിനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിൽ വെച്ചതിന് ശേഷം താൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കില്ല. ഏലിയാവ് രാവിലെ മുഴുവൻ പ്രാർത്ഥിച്ചില്ല, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചില്ല, ഒറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ തീ ഇറങ്ങിയെങ്കിൽ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം നാളുകളായി ഉണർവിന്റെ തീയ്ക്കായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മുടെ സഭ ഉണരുവാൻ വേണ്ടി, നമ്മുടെ കുടുംബം ഉണരുവാൻ വേണ്ടി, നാം ഉണരുവാൻ വേണ്ടി, നമ്മുടെ ദേശം ഉണരുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക. 1, നമ്മൾ ആദ്യം യാഗപീഠങ്ങളെ പണിയുക. 2, യാഗവസ്തുവിനെ വിശുദ്ധിയോട് വെക്കുക. നാം ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വരിക. കാരണം ദൈവം വിശുദ്ധനാണ്. ഏലിയാവ് മാത്രമല്ല, മോശ തീ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് കാലിൽ നിന്ന് ചെരുപ്പൂരുക, അപ്പോൾ വിശുദ്ധിയിലേക്ക് വരണമെന്ന് അവിടെ സന്ദേശം നൽകുന്നു. അവസാനം ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീയിറങ്ങുന്നു. ജോർജ് മുള്ളറിന്റെ അനാഥശാലയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ആഹാരം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ ഈ ജോർജ് മുള്ളർ ദൈവത്തിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കി അധികാരത്തോട് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ, ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അവർക്ക് വേണ്ട ബ്രെഡും അതുപോലെ തന്നെ മിൽക്കും ഒക്കെ അവർക്ക് ലഭിച്ചു. നമ്മൾ വ്യവസ്ഥയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദീർഘമാകണമെന്നില്ല.
ഇവിടെ ഏലിയാവ് ജൽപ്പനം ചെയ്യുന്നില്ല. ബാലിന്റെ പ്രവാചകന്മാർ ആവർത്തിച്ച് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ ശരീരങ്ങളെ മുറിച്ചുകൊണ്ട് അവർ ജൽപ്പനം ചെയ്തപ്പോൾ ഏലിയാവിടെ ജൽപ്പനം ചെയ്യുന്നില്ല. ഏലിയാവിന് അറിയാം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. തന്റെ വചനം അതേപോലെ താൻ പ്രമാണിക്കുമ്പോൾ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം തന്റെ ആരാധന കൊണ്ടുവരുമ്പോൾ ആ ഒറ്റ പ്രാർത്ഥന മതി, അവിടെ തീ ഇറങ്ങുമെന്ന് ഏലിയാവിന് അറിയാം. അതുകൊണ്ട് ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് അവിടെ തീ ഇറങ്ങി. ദൈവമക്കളെ, നമ്മൾ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു ആത്മീയ ചൈതന്യം പ്രാപിക്കാതെ, ഒരു വിടുതൽ പ്രാപിക്കാതെ ഇരിക്കുന്നുണ്ടാകും. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ദൈവം പറയുന്നു, അവന്റെ വചനം പറയുന്നു, ദൈവം തീയിറക്കും. പക്ഷേ നമ്മുടെ യാഗപീഠങ്ങളെ നമ്മൾ പണിഞ്ഞേ പറ്റും. 2, നാം വിശുദ്ധിയിലേക്ക് വന്നെങ്കിലേ പറ്റും. 3, അങ്ങനെ നാം വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലേക്ക് പ്രവാചകനെ ചുറ്റി നടത്തുന്ന നമുക്കറിയാം. അവന്റെ നടുവിൽ നിർത്തുകയാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു സ്ഥലം, ഏറിയ അസ്ഥികളുള്ള ഒരു സ്ഥലം, ജീവിതത്തിന്റെ താഴ്വരയിൽ, ഉയരങ്ങളിലല്ല നിർത്തിയിരിക്കുന്നത്. ഒരു താഴ്വര, ഒരു വലിയ പട്ടണത്തിലല്ല നിർത്തിയിരിക്കുന്നത്, ഒരു സിറ്റി സ്ക്വയറിലല്ല നിർത്തിയിരിക്കുന്നത്, ഒരു ആലയത്തിന്റെ സാങ്ച്വറിയിലല്ല നിർത്തിയിരിക്കുന്നത്. ആകർഷണമായ ഒന്നും ഒരു സ്ഥലത്തുമല്ല. ജീവിതത്തിലെ ഏറ്റവും നിരാശ നിറഞ്ഞ ഒരു സ്ഥലത്ത്, ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിൽ, താഴ്ന്ന ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം തന്നെ പ്രവാചകനോട് ചോദിക്കുന്നു. ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസത്തെ ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊക്കെ വിശ്വാസം ഉണ്ടാകാം. എന്നാൽ നമ്മുടെ വിശ്വാസം വളരെ ലോയാണോ, അതോ ഇച്ചിരി ഹയറായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില മാറ്റങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, നമ്മുടെ ശുശ്രൂഷയിലായിരിക്കും, ആത്മീയ ജീവിതത്തിലാണെങ്കിലും, നമ്മുടെ തലമുറയിലാണെങ്കിലും, നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, വിദ്യാഭ്യാസത്തിലാണെങ്കിലും, ഏത് മേഖലയിലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ചിലത് നമുക്ക് കാണാൻ കഴിയുമോ? ഒരുപക്ഷെ തകർന്ന സ്വപ്നങ്ങളുമായിട്ടായിരിക്കാം നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ ബ്രോക്കൺ ഡ്രീംസിനെ തിരികെ തരുവാനും, നമുക്ക് നഷ്ടപ്പെട്ടു പോയ വാക്തത്വങ്ങളെ നമുക്ക് തിരിച്ചു നൽകുവാനും കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഇതിലേക്ക് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകനോട് ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മുടെ ചോദ്യത്തിന്റെ മറുപടി, നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നാം വിശ്വസിക്കണം, ഈ അസ്ഥികൾക്ക് യാതൊരു പ്രതീക്ഷയില്ലെങ്കിലും, ജീവിതത്തിന്റെ ഏറ്റവും താഴ്വരയിലൂടാണെങ്കിലും, നമ്മളെല്ലാവരും മറന്നുപോയിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിലും, ഇവിടെ ഈ അസ്ഥികൾ കാണുന്നത് ലൈഫ്ലെസ്, ജീവനില്ലാത്ത അവസ്ഥ. 2, ഹോപ്പ്ലെസ്, ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥ. 3, ഫൊർഗോട്ടൺ, നാളുകളായി ഉണങ്ങിയിരിക്കുന്ന അസ്ഥിയാണ്. ആരും ഓർക്കില്ല. ഒരാൾ മരിച്ചു പോയാൽ 1 2 തലമുറയ്ക്ക് അദ്ദേഹം ഓർത്തേക്കാം. എന്നാൽ തലമുറകൾ മറിയുമ്പോൾ ആരും ഇവരെ ഓർക്കയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ യോസഫിനെ മറന്നുപോയ പലരും ഉണ്ടായിരുന്നു. സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ മറന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടപ്പാടുകളിലൂടെ, താഴ്വരകളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമ്മെ ഓർക്കേണ്ട പലരും, നമ്മളെ സഹായിക്കേണ്ട പലരും, നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയ പലരും നമ്മളെ മറന്നിട്ടുണ്ടാകാം, മറന്നുപോയേക്കാം. അതാണ് നമുക്ക് ഒരു പ്രത്യാശയുമില്ലാതെ പോകുന്നത്. ഈ താഴ്വര എന്ന് പറയുന്നത് എല്ലാവരും മറക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ്, ജീവനില്ലാത്ത സാഹചര്യങ്ങളാണ്, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വിശ്വാസത്താൽ നാം വരേണ്ടത്. ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഉയർന്നു വരട്ടെ, വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, വിശ്വാസത്തിൽ നമുക്ക് വളർന്നു വരുവാൻ കഴിയണം, നമ്മൾ മുമ്പോട്ട് വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താൽ ഏലിയാവ് പ്രാർത്ഥിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എങ്കിലും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ആകാശത്തെ അടയ്ക്കാൻ മാത്രമല്ല, ആകാശം തുറക്കുവാനും ഏലിയാവിന് കഴിഞ്ഞു. കാരണം ഏലിയാവ് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ചു, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിന്നു, വിശ്വാസത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മൾ. ചിലപ്പോൾ ഏലിയാവിനേക്കാൾ സുന്ദരമായി പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരായിരിക്കും നമ്മൾ. ഏലിയാവിനേക്കാൾ അധികം പ്രവചിക്കാനും കഴിവുള്ളവരായിരിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച ഒന്നും നടക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ഇന്നത്തെ ലെവലിൽ നിന്ന് ഇച്ചിരി ഉയർന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്നും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയുമെന്നും വിശ്വസിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഞാനിവിടെ എന്റെ സന്ദേശം കൂടെ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 1, ഏലിയാവ് യാഗപീഠങ്ങളിൽ പെടുന്നു. 2, വ്യവസ്ഥ പ്രകാരം വിശുദ്ധിയോട് ഒരു യാഗവസ്തുവിനെ യാഗപീഠത്തിൽ വെച്ചു.
3 താൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നിന്ന് തീ ഇറങ്ങി. നമുക്ക് പുതിയ നിയമസഭയ്ക്കും ആത്മാവിന്റെ തീ ആവശ്യമാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, എൻ്റെ കൈവെപ്പിനാൽ നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ നീ പെരുക്കണം, അതിനെ നീ വർദ്ധിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവമാണ് തീ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ അകത്തൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് അണഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അത് ആളിക്കത്തണം, ഒരു തീനാളമായി മാറണം. നമ്മുടെ ശരീരങ്ങൾ ഒരു യാഗപീഠമായി മാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു തീ കഷ്ണമാക്കി ദൈവത്തിന് മാറ്റാം. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ ശരീരം ഒരു യാഗപീഠം ആക്കി നമുക്ക് മാറ്റാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തെ ഒരു യാഗപീഠമായി ദൈവസന്നിധിയിൽ വെക്കാൻ കഴിയുമോ? ഒരു തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടും ഒരു യാഗപീഠമായ വിശുദ്ധിയോട് നമുക്ക് ദൈവസന്നിധിയിൽ വരാമോ? ദൈവത്തിന് സഹായം ഒരുക്കത്തോട് നമുക്ക് വരാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തെ, ജീവിതത്തെ ഒരു തീ കഷ്ണമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.